തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ ജീവനക്കാരിൽ എല്ലാവർക്കും ശമ്പളം വർധന കൊടുക്കണം ഒരു പ്രപ്പോസൽ 5-6 മാസം മുമ്പ് കഴിഞ്ഞ ഒക്ടോബറിലോ മറ്റോ തൊഴിലുറപ്പിൻ്റെ നേതാവായിട്ടുള്ള അന്നത്തെ മിഷൻ ഡയറക്ടറായിട്ടുള്ള നിസാമുദ്ദീൻ IAS ആർക്ക് കൊടുത്തു? ഗവൺമെൻറ്റിന് കൊടുത്തു. അതിനകത്ത് പല പാരിറ്റികളും പലതരത്തിലുള്ള റേറ്റുകളും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വലിയ വിവാദവും തർക്കവുമായി അവസാനം അത് ഫിനാൻഷ്യൽ ബഹളമായി, എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റി പോയി ബഹളം ഉണ്ടാക്കി, മറ്റുള്ളവർ ബഹളം ഉണ്ടാക്കി. എന്തായാലും അത് വലിയ ഡിസ്പാരിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമായി. അവസാനം അത് ഡിലേ ആയി. ഒരു ഘട്ടത്തിൽ നമ്മൾ വീഡിയോ വരെ ചെയ്താണ് അത് പാസ്സായെന്ന്. കാരണം സെക്രട്ടേറിയറ്റിൽ നമ്മൾ അറിഞ്ഞത് അത് പാസ്സായെന്നാണ്. പക്ഷേ പിന്നെയാണ് അറിയുന്നത് അതിനകത്ത് കുത്തിത്തിരിപ്പ് വീണ്ടും വന്നു എന്ന് മനസ്സിലാക്കി അവസാനം അത് പാസ്സാവാത്ത രീതിയിലേക്ക് വന്നു. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് സർക്കാർ ഉത്തരവ് ബ്രാക്കറ്റിൽ നമ്പർ 67-2026 LSGD തീയതി തിരുവനന്തപുരം 2/3/2026 ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവിൽ പറയുന്ന ദേശീയ ഗ്രാമീണ MGNREGSലെ മിഷൻ ഡയറക്ടർ കത്ത് കൊടുത്തെന്നും ആ കത്തിൽ പ്രപ്പോസൽ ഉണ്ടായിരുന്നെന്നും അതിൽ ചിലർക്ക് ഒരുപാട് കൂടുതൽ കൊടുക്കാൻ പറഞ്ഞെന്നും ചിലർക്ക് കുറച്ച് കൊടുക്കാൻ പറഞ്ഞെന്നും എന്നാൽ അതെല്ലാം സർക്കാർ വളരെ കൃത്യമായി പരിശോധിച്ചുവെന്നും ഒക്കെ പറഞ്ഞ്, എന്നാൽ അത് ആ പ്രപ്പോസൽ തന്നെ തള്ളി. ശ്രീ നിസാമുദ്ദീൻ IAS അയച്ച പ്രപ്പോസൽ തന്നെ തള്ളി. അങ്ങനെ പ്രപ്പോസൽ തരാൻ പറ്റില്ല എന്ന് ഗവൺമെൻറ് തള്ളുകയും പകരം എല്ലാവർക്കും 10% എല്ലാവർക്കും കൂട്ടിക്കൊടുത്തുകൊണ്ടുള്ള വർധനവ്, അതായത് നിലവിൽ എത്ര രൂപയാണ് വാങ്ങുന്നത് അവർക്ക് 1/4/2025 മുതൽ 10% തുക കൂട്ടിക്കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രാബല്യം വരുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കി. പക്ഷേ അവിടെ അതിനകത്ത് പ്രശ്നമില്ല, അത് കുഴപ്പമില്ല. ഇതിനകത്ത് മറ്റൊരു അപകടം കിടപ്പുണ്ട്. അത് തൊഴിലുറപ്പ് ജീവനക്കാർ മനസ്സിലാക്കിയെന്ന് നമുക്കറിയത്തില്ല. അപകടം എന്ന് കരുതുന്നത് അതിൻ്റെ അപകടം എന്ന് പറയുന്നത് ഇത് MGNREGSന് പകരം VBG റാം ബ്രാക്കറ്റിൽ G എന്ന് പറയുന്ന പുതിയ പദ്ധതി വന്ന സാഹചര്യത്തിൽ കേന്ദ്രം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നതിനാൽ, അതായത് സെൻറ്റൻസ് ഇങ്ങനെയാണ്: 6% എന്നതാണെങ്കിലും, അതായത് ഉത്തരവ് ഇങ്ങനെയാണ്: സർക്കാർ വിശദമായി കാര്യങ്ങൾ പരിശോധിച്ചു. പരാമർശം 1 പ്രകാരം 2021 അവർക്ക് ശമ്പളം അവസാനമായി നൽകിയിട്ടുള്ളത്, വർധനവ് നൽകിയത്. MGNREGS പദ്ധതിയുടെ ഭരണച്ചെലവ് പരമാവധി അനുവദനീയമായ അളവ് 6% ആണെങ്കിലും മുൻ വർഷങ്ങളിൽ 4% മാത്രമേ, കേന്ദ്ര പദ്ധതിയുടെ 6% അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ എടുക്കാമെങ്കിലും 4% മാത്രമേ ആയിട്ടുള്ളൂ. ആയതിനാൽ സംസ്ഥാനത്തിന് അധികമായ സാമ്പത്തിക ബാധ്യത ഒന്നും ഉണ്ടാകാത്തതിനാൽ ഇക്കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ശമ്പള വർധനവ് പരിഗണിക്കാമെന്നും അനുവദിക്കാമെന്നും എല്ലാ തസ്തികകളിലും ഒരേപോലെയുള്ള വർധനവ് നൽകുന്നതാണ് ഉചിതമെന്നും നിലവിലെ MGNREGSന് പകരം VBG റാം G എന്ന പേരിൽ പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നതിനാൽ വർധനവ് നിലവിലെ പദ്ധതിയുടെ കാലാവധിയുടെ മാത്രമായി രൂപപ്പെടുത്താമെന്നും സർക്കാർ നിരീക്ഷിക്കുകയുണ്ടായി. അവിടെ അപകടം. ഒരു ക്ലോസ് ഇല്ലാതെ സർക്കാർ ഇത് ബാലഗോപാലിൻ്റെ ഓഫീസിലെ ഒരു പ്രശ്നമാണ്. അതായത് ബാലഗോപാലിൻ്റെ ഓഫീസിൽ ധനകാര്യ വകുപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. അവർ ഈ ലോകത്തെ ഏറ്റവും വലിയ ശമ്പളം വാങ്ങിയെടുക്കുന്ന ആളുകളാണ്. സെൻട്രലൈസ്ഡ് AC-യിൽ ഇരിക്കുന്നവരാണ്. പേ റിവിഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് നല്ല ശമ്പളമാണ്, സ്പെഷ്യൽ പേ ആണ്, പാക്കേജും അലവൻസും ഒക്കെ സ്പെഷ്യലാണ്. ബാക്കിയുള്ളവൻ്റെ പൈസ വെട്ടുക എന്ന് പറയുന്നത് അവർക്കൊരു ആനന്ദമാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു ക്ലാസ് അവർ പറയണോ? അവരിങ്ങനൊരു ക്ലാസ് പറയാതെ ഇത് പുതിയ പദ്ധതിയായിട്ട് വരുമ്പോൾ VBG റാം G വരുമ്പോൾ ആലോചിക്കാം. പക്ഷേ VBG റാം പദ്ധതി വരുന്നുവെന്നും അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞെന്നും അതുകൊണ്ട് MGNREGS പദ്ധതി ഉള്ളവർ മാത്രമേ ഈ ശമ്പള വർധന ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം VBG റാം G പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണമെങ്കിലോ കാര്യങ്ങൾ വേണമെങ്കിൽ വീണ്ടും ഉത്തരവിറങ്ങണോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, VBG റാം G എന്ന് പറയുന്ന പുതിയ പദ്ധതി വിത്ത് എഫക്റ്റിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ MGNREGSൽ നിൽക്കുന്ന എല്ലാവർക്കും അതിൽ ജോലി കാണില്ലേ? ഇതിൽ വരാൻ പോണ മറ്റൊരു അപകടം, അടുത്ത മാസത്തോടുകൂടി ഇലക്ഷൻ പ്രഖ്യാപിക്കും. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അടുത്ത് UDF ആണ് വരികയാണെങ്കിൽ സ്വാഭാവികമായും പീരീഡ് കഴിയുന്ന സഖാക്കളെ പാക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുപോലെ ഏത് ഗവൺമെൻറ് വന്നാലും പാക്ക് ചെയ്യും. അപ്പോൾ ആ ഗവൺമെൻറ്റിന് താല്പര്യമില്ലാത്ത പാർട്ടിക്കാരല്ലാത്തവരെ മറ്റ് ഗവൺമെൻറ്റിൻ്റെ പാർട്ടിക്കാരായിട്ടുള്ളവർ വച്ചിരിക്കുന്നവരെ പാക്ക് ചെയ്യും, അത് ഉറപ്പാണ്. അപ്പോൾ ഇവർക്ക് കൊടുക്കുകയും ചെയ്തു, ചോറും കൊടുത്തു, കുറേ മണ്ണും വാരിയിട്ടു എന്ന് പറയുമല്ലോ നമ്മൾ. ഫുഡ് കൊടുത്തു, പക്ഷേ അതിൽ കുറച്ച് മണ്ണും കൂടെ വാരിയിട്ടാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. 10% കൂട്ടിക്കൊടുത്തതുപോലെ തന്നെ കൃത്യമായൊരു ആപ്പും കൂടി ഗവൺമെൻറ് വച്ചിട്ടുണ്ട്. മുതൽ വിവരിച്ച സാഹചര്യത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന മിഷനിലും ജില്ലാ ബ്ലോക്ക് കരാർ വെച്ചുള്ള എല്ലാവർക്കും
1/4/2025 മുതൽ ഞാൻ നേരത്തെ പറഞ്ഞു 10% തുക പ്രാബല്യത്തിൽ വരത്തക്ക രീതിയിൽ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അനുഭവ TV IAS സെക്രട്ടറി ഗവർണറുടെ ഉത്തരവൻ പ്രകാരം എന്ന് പറഞ്ഞൊരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ആ ഓർഡർ ഒരു ലോക്കാണ്, ഒരു ക്ലിക്കാണ്. ആളുകൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുരുക്കാണ്. യഥാർത്ഥത്തിൽ ഈ MGNRGS തീരുന്നത് വരെ മാത്രമേ കാലാവധി ഉള്ളൂ എന്നൊരർത്ഥവും കൂടി അതിനകത്തുണ്ട്. അത് കഴിഞ്ഞാൽ അവരുടെ ജോലി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയിലാണ് തൊഴിലുറപ്പുകാർ. അത് മാറ്റാൻ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണം, യൂണിയൻകാരും ഇടപെടണം. അവരുടെ കാലാവധിയെ സംബന്ധിച്ച് കൂടി ഗൗരവമായി ആലോചിക്കണം. എന്തായാലും മിഷൻ ഡയറക്ടർ നിസാമുദ്ദീൻ അയച്ച പ്രപ്പോസൽ അത് ശരിയായ പ്രപ്പോസലല്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ് തന്നെ തള്ളിക്കളഞ്ഞു. പുതിയ എല്ലാവർക്കും 10% എന്ന് പറഞ്ഞ വേറൊരു ഫോർമുലയാണ് ഗവൺമെൻറ് വച്ചത്. അത് 30,000 കിട്ടുന്നവർക്ക് 3,000 രൂപ കൂടി 33,000 കിട്ടും. 50,000 നേരത്തെ കിട്ടിയവർക്ക് 55,000 രൂപ കിട്ടും. എന്തായാലും 10% എല്ലാവർക്കും കിട്ടും. 20,000 കിട്ടിയവർക്ക് 22,000 രൂപ 10%-ൻ്റെ വർധനവ് കിട്ടും. പക്ഷേ അത് 10% എന്ന് പറയുന്നതും നാമമാത്രമായ ഒരു തുകയായിപ്പോയി എന്നുള്ളതും വളരെ പ്രധാനമാണ്. കാര്യം ഇപ്പോൾ 9%-ലേക്ക് ഇതിനേക്ക് എടുക്കാം എന്നുള്ള ഭരണ ചെലവ് എടുക്കാമെന്ന് പറയുമ്പോൾ ഈ 10% തന്നെ വളരെ നാമമാത്രമായ ഒരു തുകയായിപ്പോയി. തൊഴിലുറപ്പുകാരെ സഹായിച്ചു, പക്ഷേ ദ്രോഹിച്ചു എന്നുള്ള ഒരു രീതിയാണ്. അതാണ് ഒരു എന്താണ് പറയുക, ശവത്തിൽ കുത്തി ആനന്ദിക്കുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട്. അത് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ശാപമാണ്. അവർക്കുള്ളതെല്ലാം എഴുതിയെടുക്കുകയും ബാക്കിയുള്ളവരുടെ ചോറിൽ മണ്ണ് വാരിയിടുകയും ചെയ്യുന്ന വല്ലാത്തൊരു കാഴ്ചപ്പാടാണ് സെക്രട്ടേറിയറ്റിലുള്ളത്. അത് ഈ സെക്രട്ടേറിയറ്റിനെ വെച്ചുകൊണ്ട് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ. പക്ഷേ നമുക്കെന്ത് ചെയ്യാം, നമ്മുടെ സംവിധാനം അങ്ങനെയാണ്. വരുന്ന മന്ത്രിമാരും ഇതിനകത്ത് വീണു പോകുന്നു. സെക്രട്ടറിമാർ IAS സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് സെൻട്രൽ പാരിറ്റിയാണ്, മറ്റ് ശമ്പള സ്കെയിലാണ്, അവർക്കിതൊന്നും ബാധകമല്ല. ബാക്കിയിരിക്കുന്ന ആളുകളാണ് അവർ ഈ പറയുന്ന പരിപാടികളിലേക്കൊക്കെ പെട്ടുപോകുന്നത്. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വിചാരം, പ്രത്യേകിച്ച് ഫിനാൻസിലൊക്കെ ഇരിക്കുന്ന ഒരു വിചാരം, അവരെ വീട്ടിൽ നിന്നാണ് ഈ പൈസ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഭയങ്കരമായി എന്നാൽ അവരെ കാര്യം വരുമ്പോൾ അവർ കണ്ണയച്ച് എഴുതിയെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും തൊഴിലുറപ്പിൻ്റെ കാര്യത്തിൽ ഒരു സങ്കടക്കടലിലേക്കാണ് തൊഴിലുറപ്പുകാരെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോഴും 10% തുക കൂട്ടിക്കൊടുത്തു എന്നുള്ളൊരു സമാശ്വാസവും ഉണ്ട്.